ഗുഡ് മോർണിംഗ്. നമ്മൾ 3 മണിക്ക് എണീക്കാന്ന് വിചാരിച്ച, പക്ഷെ ഇപ്പൊ സമയം 4 മണിയായി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മേക്കപ്പ് ചെയ്യാൻ കുറച്ചധികം സമയം വേണ്ടതുകൊണ്ട് തന്നെ വേഗം അവരുടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്കറിയാം മലയാളം ഇതിങ്ങനെയാവുന്നു. 3 മണിക്ക് വെച്ചാൽ ഞങ്ങൾ 4 മണിക്ക് എണീക്കും തോന്നുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെ ഒരു മനുഷ്യനില്ല, കണ്ടോ, ആരുമില്ല. കാറുകൾ വന്നു തുടങ്ങി കേട്ടോ, ആൾക്കാർ വന്നു തുടങ്ങി. ഇട്ട് നമുക്ക് ഈ വെളിച്ചം വരുമ്പോഴേക്കും അമ്പലത്തിൽ എത്തണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സൂര്യൻ എണീറ്റ് വരണേക്കാൾ മുന്നേ ഞങ്ങൾ അമ്പലത്തിൽ എത്തണം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതുകൊണ്ട് തന്നെ വേഗം മേക്കപ്പ് തുടങ്ങി. ഏറ്റവും ആദ്യം എണീറ്റത് ഞാനാണെങ്കിലും മേക്കപ്പ് തുടങ്ങിയത് ഞാനാണെങ്കിലും ഏറ്റവും അവസാനം മേക്കപ്പ് തുടങ്ങിയത് എന്റെയാണ്. ഹിഹി. മുടി ഉണക്കിയിട്ട് വരാം. ഇവിടെ ഒരാൾ ഇത് ഇങ്ങനെ കിടന്നുറങ്ങുന്നു, വേറൊരാൾ കുളിക്കാൻ പോയേക്കണു. ഞാൻ ഫസ്റ്റ് കുളിച്ചു റെഡി ആയാൽ മതി, പക്ഷെ ലാസ്റ്റ് മേക്കപ്പ് ചെയ്ത് ഇറങ്ങുന്നത് ഞാനായിരിക്കും. ഒരാള് കുളിച്ചു, മറ്റാള് കുളിക്കാൻ പോകുന്നു. കാലത്ത് തന്നെ സ്വീറ്റ്സ് പെട്ടി കാണിക്കും, തള്ളി കാണിക്കേ. ഷുഗർ കട്ടാണെന്നാണ് പറയുന്നത്. കാപ്പി കുടിക്കില്ല, പക്ഷെ സ്വീറ്റ്സ് കഴിക്കാം, കപ്പ് കേക്ക് കഴിക്കാം, എല്ലാം കഴിക്കാം. നമ്മൾ ആണല്ലേ എനിക്ക് ഹൈഡ്രജൻ ബലൂൺ വാങ്ങിത്തരുന്നില്ല. അതിപ്പോ എനിക്ക് ബലൂൺ പിടിക്കാൻ പറ്റാത്ത പ്രായമാണോ? ബലൂൺ എന്നെ ഇഷ്ടപ്പെടൂല, ബുദ്ധി കൊണ്ട് പ്രായം. ഇവർക്ക് സ്നേഹമില്ല എന്നോട്. എന്നെ ദത്തോടുത്തല്ല, ഞാൻ തവിട് കൊടുത്ത് വാങ്ങിയതാ. ഈ പെണ്ണെ വേണ്ട നീ. പക്ഷെ അമ്മയുടെ വരെ വൃത്തിയുടെ സ്വഭാവം പിന്നെ മാറ്റില്ല, തല്ലുള്ളൂ മതി. എന്റെ കൂടെയുള്ള 2 പേർക്കാണെങ്കിൽ മുല്ലപ്പൂ ഇല്ലാതെ അമ്പലത്തിൽ കയറാൻ പാടില്ല. ഞാൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും എന്നെ ബ്രെയിൻ വാഷ് ചെയ്തു. ഞാൻ 10 പ്രാവശ്യം പറഞ്ഞു എന്റെ തലകാജിനുള്ള മുടിയില്ല, സമ്മതിക്കണം. മഴ ചതിച്ചു, മഴ പെയ്യുന്നു. ഒരുപാട് എക്സ്പെക്ടേഷൻ വന്നാ ഇങ്ങനെ ഇരിക്കും തോന്നുന്നു. വന്നിട്ട് എന്താ ഇതിപ്പോ ഉണ്ടായ മഴ പെയ്യും. മഴ കാരണം ഞങ്ങളിപ്പോൾ മേക്കപ്പ് പോകുന്നു പേടിച്ച് ഇവിടെ അടങ്ങി നിൽക്കാം. എനിക്കാ പേടിയില്ല, ഞങ്ങൾക്കുണ്ടാ പേടി. അങ്ങനെ അവസാനം മഴ മാറി ഒന്ന് ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ എന്റെ കൂടെ വന്ന് 2 പേർക്കും എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വഴിയിൽ വന്ന് ചേട്ടനോട് ഞാൻ എടുത്തുതരാൻ പറഞ്ഞു. ആ ചേട്ടനാണ് ഇത്. പുള്ളി എടുക്കുന്ന എഫേർട്സ് ഭയങ്കര വലുതായിരുന്നു. എനിക്ക് ഒട്ടും അറിയാത്ത ഒരാളാണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള കുറെ ഫോട്ടോസ്. അവസാനം ഇവരെടുത്തു തരാത്ത ഫോട്ടോ എനിക്കൊരു ചേട്ടൻ എടുത്തു തന്നു. ആ ചേട്ടൻ വളരെ നല്ല ചേട്ടൻ. ആ ചേട്ടൻ വന്നോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് തഞ്ചാവൂരിന്ന് പോകുമ്പോ ഒരു ഫോട്ടോ കിട്ടിയില്ല എന്നുള്ള സങ്കടത്തിൽ വല്ലതും പോയേനെ. ചേട്ടനുള്ളതുകൊണ്ട് അങ്ങനെ ഉണ്ടായില്ല. കുറേ നല്ല ഫോട്ടോയും വീഡിയോയും കിട്ടി. അമ്മ മറ്റേ അണ്ണാച്ചിപുറം എടപ്പള്ളി. ഐസ്. അങ്ങനെ അപ്പോൾ നമുക്ക് ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് പോകാൻ നേരമായി. ഇനി നമുക്ക് ബൊമ്മ ഉണ്ടാക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ വീണ ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ടും പോവാനുണ്ട്. ഞാനിപ്പോ പെട്ടെന്ന് നോക്കിയ നോട്ടത്തിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇത് ഇപ്പൊ തരാം. നമ്മളിവിടെ വന്നിട്ട് കുറെ പേരെ തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഫ്രണ്ട്സിന് കിട്ടി. ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, ആലപ്പുഴയുള്ളവര്, കോഴിക്കോടുള്ളവര്. അതെ, നമ്മള് കിട്ടിയല്ലോ പത്തനംതിട്ട. അതാ നേരത്തെ അവിടെ കണ്ടത് ആ പിള്ളേര് പത്തനംതിട്ട. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മള് മലയാളികളായോണ്ട് മലയാളം സംസാരിക്കുമ്പോ കുറെ പേര് വന്നു. അങ്ങനെ നമ്മൾ ഭയങ്കര സൈലന്റ് ആയതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് ഇങ്ങോട്ട് ആൾക്കാരെ മാടി മാടി വന്നോണ്ടിരിക്കുന്നത്. നമ്മളുടെ വായ അടയത്തോണ്ട് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി നമ്മള് മലയാളികളാണെന്ന്. രണ്ടാലും രണ്ടാച്ചിലൊക്കെയാണെങ്കിൽ അത് അമ്മയ്ക്ക് ഞങ്ങൾക്കില്ലല്ലോ. അത് ഇതിനാ 2ാമത്തെ ദിവസം ഇത് പറയുന്നത്, 2അല്ല. അപ്പൊ നമ്മള് അങ്ങനെ ഇന്നലെ ആണ് എല്ലാരും പരിചയപ്പെട്ടെങ്കിൽ അവരിനൊക്കെ നമ്മളിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും 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 കണ്ടു.
അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ അപ്പം നമ്മൾ അവരെയൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് അമ്പലത്തിൽ നിന്ന് ഇറങ്ങാം. ഇനി നമ്മൾ ഫുഡ് കഴിച്ച് ബൊമ്മയും വീട് ഉണ്ടാക്കണം, അവിടെ പോയി പോകും അല്ലേ. എന്തെങ്കിലും ലാസ്റ്റായിട്ട് തഞ്ചാവൂരിൽ മസാല ദോശ കിട്ടുമോ നോക്കാൻ വന്നേക്കാം. കിട്ടൂല്ലെന്ന് അറിയാം. അങ്ങനെ അവസാനം ലാസ്റ്റത്തെ ദിവസം ആയതുകൊണ്ടാണ് അറിയില്ല, നമ്മൾ പോയ ബോംബെ സ്വീറ്റ്സ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ നമുക്ക് മസാല ദോശ കിട്ടി. കൂടെ എനിക്ക് കേർഡ് ഇഷ്ടമായതുകൊണ്ട് അതും കൂടെ ഓർഡർ ചെയ്തു. അത് ഇവർക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു, പക്ഷെ രണ്ടിനും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു നമ്മൾ തഞ്ചാവൂരിൽ പോയിട്ട് ആദ്യം പരിചയപ്പെട്ട 2 മലയാളികൾ, ഒരു ചേട്ടനും ഒരു ചേച്ചിയും. അവരെന്നെ നമ്മൾ ഇവിടെ വെച്ചും വീണ്ടും കണ്ടു. എന്നിട്ട് നമ്മൾ 3 പേരും കൂടെ അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഭയങ്കര കമ്പനിയായി അവരുടെ അടുത്ത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവരുടെ അടുത്ത് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മൾ ഇനിയും കാണുമെന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാനുള്ള ടൈമായി. നമ്മളങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. കഴിഞ്ഞു, എല്ലാം ഇല്ലേന്ന് ഉറപ്പുവരുത്തി ഇറങ്ങുകയാണ്. നല്ല റൂമായിരുന്നു. ഇതിന്റെ പേരെന്തായിരുന്നു അമ്മ? ശ്രീരത്ന ടെമ്പിൾ വ്യൂ. അതെ, അമ്പലം ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു. എന്നാലും ആ കാണുന്ന ഗോപുരമാണ് നമ്മുടെ അമ്പലം. കണ്ടോ 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 കണ്ടോ. ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ്. നല്ല സ്റ്റാഫ്സ് ആണ്. എല്ലാവരും അടിപൊളിയായിരുന്നു. നമുക്ക് നല്ലതായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ്. ബൈ 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 ബൈ. മേക്കപ്പ് ഇച്ചിരി കൂടി പോയോ ചേട്ടാ? അങ്ങനെ റൂമിന് ചെക്കൗട്ട് ചെയ്തതിനു ശേഷം നമ്മൾ റീൽസിൽ കുറെ കണ്ടിരുന്നു ബോംബെ ഉണ്ടാക്കുന്ന സ്ഥലം, വീണ ഉണ്ടാക്കുന്ന സ്ഥലം എന്തായാലും കാണണമെന്ന്. അതും പറഞ്ഞാണ് നമ്മൾ അങ്ങോട്ട് പോണെങ്കിലും അവരിപ്പോ അവിടെ റെസ്ട്രിക്ഷൻസ് വെച്ചിരിക്കുകയാണ്. അവിടെ കുറെ പേര് കാണാൻ വേണ്ടി മാത്രം വരുന്നിട്ട് വാങ്ങാതെ പോകുന്നതുകൊണ്ട് അവരുടെ പണി മുടങ്ങുകയും അതുപോലെ അവർക്ക് ടൈം കിട്ടാതെ ഉദ്ദേശിച്ചത് കിട്ടിയില്ലല്ലോ. നമ്മളെ റീൽസിൽ കണ്ടപ്പോൾ അവിടെ ഭയങ്കര ഇതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവര് ഇപ്പൊ അകത്തോട്ട് അങ്ങനെ ഒരുപാട് പെർമിഷൻ വെക്കുന്നില്ല. കാരണം എല്ലാവരും കണ്ടിട്ട് ഒരുപാട് പേര് ചെന്നിട്ട് അവർക്ക് വർക്ക് ഡിസ്റ്റർബൻസ് ആവാന്ന് പറയുന്നു. അതുകൊണ്ട് അതുകൊണ്ട് അത് കളഞ്ഞു. പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രമേ കാണിച്ചു കൊടുക്കുന്നുള്ളൂ. അതാണ് സംഭവം. അപ്പൊ എന്തായാലും വീണയും ബൊമ്മയും ഉണ്ടാക്കുന്ന സ്ഥലം കാണാൻ പറ്റാത്ത വിഷമത്തിൽ ആ സമയം തീർക്കാൻ വേണ്ടി നമുക്ക് എന്തായാലും എന്തെങ്കിലും കാണണമല്ലോ. അപ്പൊ നമ്മൾ ഇന്നലെ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് പാലസിൽ കയറാൻ പറ്റാത്തതിന്റെ സങ്കടം നമ്മൾ ഇന്ന് തീർക്കുകയാണ്. പക്ഷേ ആ തിരക്ക് കണ്ടോ, ഇത് മൊത്തം അതിന്റെ ഉള്ളിലേക്കുള്ള ടിക്കറ്റ് എടുക്കാനുള്ളതാ. അപ്പൊ അവളെ അവിടെ ക്യൂ നിർത്തിയതിന് ശേഷം ഞാൻ ഐസ്ക്രീം വാങ്ങാൻ പോയി. നമുക്കതാണല്ലോ മുഖ്യം. കുറച്ചധികം നേരം നിൽക്കേണ്ടി വന്നു ടിക്കറ്റ് കിട്ടാൻ, കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു. അതിന്റെ കൂടെ നല്ല വെയിലും. പക്ഷേ ഐസ്ക്രീം ഉള്ളതുകൊണ്ട് എനിക്ക് നേരം പോയതുകൊണ്ട് ഞാൻ മിണ്ടാതെ നിന്നു. ഇതാണ് നമ്മുടെ തഞ്ചാവൂരിന്റെ മിനിയേച്ചർ. ഇതിൽ കാണുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്താണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ 4 റൗണ്ട് കാലത്ത് കറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇതൊരു ലൂപ്പ് മാതിരി ആയതുകൊണ്ട് നമുക്ക് ഇതിൽ ഏതൊക്കെയോ മിസ്സായ പോലെ. പക്ഷെ അവിടെ നിന്ന് ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്തു അല്ലേ. എല്ലാം കണ്ടു ശുഭപ്രദശ. അവസാനം പാലസിലെ കറക്കങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കാലത്ത് വന്ന സെയിം ആ മസാല ദോശ കിട്ടിയ കടയില്ലേ അവിടെ തന്നെ വന്നേക്കാം. അതിന്റെ പേര് ബോംബെ സ്വീറ്റ്സ് എന്നാണ്. അവിടെ നിന്നായിരുന്നു നമ്മൾ ഇന്നലെ സ്വീറ്റ്സ് എല്ലാം വാങ്ങിയിരുന്നത്. ഒരു 3 മണി നേരത്താണ് നമ്മൾ ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ വന്നെങ്കിലും ഒടുക്കത്തെ തിരക്കായിരുന്നു. ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി കുറേ നേരം എടുത്തു. എന്നിട്ട് നമ്മൾ അവിടുന്ന് ഫ്രൈഡ് റൈസും ചില്ലി ഗോപിയും അതുപോലെ തന്നെ അതിന്റെ കൂടെ പനീർ ബട്ടർ മസാലയാണ് പറഞ്ഞെങ്കിലും വന്നപ്പോൾ പനീർ മസാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളൊന്നും പറഞ്ഞില്ല, കാരണം അവിടെ ഉള്ളവർ ഭയങ്കര തിരക്കിലായിരുന്നു. അത്രയും തിരക്കായിരുന്നു. അവരെല്ലാവരും കിടന്ന് ഓടണുണ്ട്. അപ്പൊ നമുക്കും ചെറുതായിട്ട് പാവം തോന്നിയായിരുന്നു. പാവം തോന്നുക എന്ന് പറഞ്ഞത് ആ തിരക്കിന്റെ ഇടയിലും അവര് നല്ല രീതിക്കാണ് നമ്മളെ ട്രീറ്റ് ചെയ്തിരുന്നത്. ഒരു ധൃതിയും പിടിക്കാതെ നമ്മളെടുത്ത് ചിരിച്ച് നമുക്ക് എന്തൊക്കെ വേണമെന്ന് ചോദിച്ച് ഭയങ്കര നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അവിടുത്തെ സ്റ്റാഫ് അടിപൊളിയായിരുന്നു. ഈ റെസ്റ്റോറന്റിൽ നമ്മൾ ഇതിന് മുന്നേ പോയ റെസ്റ്റോറന്റിൽ നമുക്ക് മോശമായിട്ട് ബിഹേവിയർ ഉണ്ടായിരുന്നു. മോശമായിട്ടെന്ന് പറയുമ്പോൾ അവിടെ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ആ പുള്ളി ഭയങ്കര ഇതായിരുന്നു. ആ പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയായിരിക്കും, അത് നമ്മൾ പറയുന്നില്ല. പക്ഷെ ഇവിടുത്തെ ആൾക്കാരുടെ ക്യാരക്ടർ നമ്മൾ എടുത്ത് പറയണം. ബിക്കോസ് അത്രയും തിരക്കിന്റെ ഇടയിലും നമ്മളെ നല്ല രീതിക്കാണ് അവർ ട്രീറ്റ് ചെയ്തിരുന്നത്. ഞാൻ ഈ തലയാട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ചേട്ടൻ്റെ അടുത്താണ്. ആ
ചേട്ടൻ ഇപ്പൊ നമ്മളടുത്ത് 4-5 പ്രാവശ്യമായി വന്ന് പറയണു മോനെ തിരക്കുള്ളതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ നമ്മൾ വേഗം കൊണ്ടുവന്ന് തന്നിരുന്നത്, ഇത്രയും തിരക്കുള്ളതുകൊണ്ടാണ് കറി വരാൻ ലേറ്റ് ആവുന്നത്, അല്ലെങ്കിൽ നേരത്തെ തന്നിരുന്നേ എന്ന് പുള്ളി കുറെ പ്രാവശ്യം പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല, ഇറ്റ്സ് ഫൈൻ. നമ്മൾ കുറെ ആശ ചേട്ടനോടും പറഞ്ഞിരുന്നു കേട്ടോ. രാത്രി കഴിക്കാനുള്ള ഫുഡും കൂടെ പാഴ്സൽ പറഞ്ഞതിന് ശേഷമാണ് അവിടെ ഇറങ്ങുന്നത്. നമ്മൾ തഞ്ചാവൂർ വ്ളോഗ്സിലെ ലാസ്റ്റ് പാർട്ടായി നമ്മൾ ഒരു പർച്ചേസിന് പോകണം. അതൊന്നുമല്ല, ഇവിടെ വന്നിട്ട് മറ്റേ മെയിൻ സാധനത്തിൽ ഇങ്ങനെ തലയിടുന്ന ബൊമ്മേനെ നമുക്ക് വാങ്ങണം, നമുക്ക് എല്ലാവർക്കും. അപ്പം അത് വാങ്ങാൻ വേണ്ടി പോവാം. അതിവിടെ ഏറ്റവും വില കുറവുള്ളൊരു കടയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ബാക്കി എല്ലായിടത്തും 500, 800, 1000 സംതിങ് ഒക്കെ. നമുക്കൊരു എത്ര രൂപയ്ക്കമ്മ പറഞ്ഞിട്ടില്ല. എന്തോ ഏറ്റവും കുറവുള്ള സ്ഥലമാണ്. അവിടെ പോയിട്ട് നമ്മൾ ചോദിച്ചിട്ട് പറഞ്ഞു. നമുക്ക് ഉച്ചയ്ക്ക് റൂം ചെക്ക്ഔട്ട് ചെയ്യണമായിരുന്നെങ്കിലും നമുക്ക് ഈ പാലസും ബാക്കി സ്ഥലങ്ങളും കറങ്ങാൻ പോവാൻ ബാഗും കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അവിടെ ഉള്ളവരോട് വെക്കുമെന്ന് ചോദിച്ചപ്പോൾ അവർ വെക്കാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ ശ്രീരത്ന ഹോട്ടലിനോട് ബൈ പറഞ്ഞ് തഞ്ചാവൂരിനോട് ബൈ പറയാൻ പോവുകയാണ് ഗൈസ്. എനിക്കെന്താ പറയേണ്ടത് അറിയില്ല. ഈ പറഞ്ഞ താങ്ക് യു ഞാൻ ചെയ്തൊരു പണീന്റെ ആയിരുന്നു. ഞാൻ കൊണ്ട് കുട കളഞ്ഞു, അത് തപ്പാനാണ് നമ്മളിപ്പോ പോയത്. കുട കിട്ടി ആ ചേച്ചി എടുത്തു വെച്ചിരുന്നു. വീഡിയോ എടുത്തപ്പോ അതങ്ങ് കളഞ്ഞു. അതെ, തലയാട്ടുന്ന വീഡിയോ ഞാൻ എവിടെയും കാണിച്ചു തരാം. എടു ഞാൻ ആ വീഡിയോ മുക്കിയും വെക്കില്ലേ. കുട പോയാൽ വേറെ കുട, പക്ഷെ വീഡിയോ കിട്ടില്ലല്ലോ. അപ്പോൾ ഇത്തവണത്തേക്ക് 1 ലാസ്റ്റ് ടൈം. നമ്മൾ പോയിട്ടുള്ള ട്രിപ്പുകളിലെ ഏറ്റവും നല്ല ട്രിപ്പായിരുന്നു ഇത് നമുക്ക് പറയാം. ബിക്കോസ് അത്രയും നല്ല രസമായിരുന്നു അവിടെ പോയിട്ട്. നമുക്ക് ഒരുപാട് നല്ല കമ്പനീസ് കിട്ടി. ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറേ കമ്പനീസ് ആണെങ്കിലും ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടുമുട്ടിയതാണെങ്കിലും അവരെല്ലാവരും അടിപൊളിയായിരുന്നു. എന്നിട്ട് കുറച്ച് നല്ല മെമ്മറീസ് മാത്രമായിട്ടാണ് നമ്മൾ പോണത്. കുറേ നല്ല ആൾക്കാരെ കണ്ടു, കുറേ റിപ്പീറ്റഡ് ഫേസസിനെ കണ്ടതൊക്കെ നല്ല നല്ല നമ്മുടെ മൈൻഡിൽ എപ്പോഴും രജിസ്റ്റർ ആയിട്ടുള്ള കുറച്ച് ഫേസസ് ആണ്. അതെ, കാവ്യ, രാഹുൽ, പിന്നെ എവിടുന്നാണ് ആകാശ് ചേട്ടൻ, പേര് ഓർമ്മയില്ല, പിന്നെ ആലപ്പുഴ എന്നുള്ള കുറച്ച് ചേട്ടന്മാര്, പേര് ചോദിച്ചില്ല നമ്മള്, പത്തനംതിട്ട എന്നുള്ള കുറച്ച് ചേട്ടന്മാര്, അങ്ങനെ കുറച്ച് ആൾക്കാരെ കണ്ടു. പിന്നെ ഒരു ഓട്ടോ ചേട്ടൻ, പിന്നെ ഓട്ടോ ചേച്ചി. ആ ചേച്ചി നമുക്ക് രജിസ്റ്റർ ആയത് പുള്ളിക്കാരത്തി മെൻച്ചെന്നിങ്ങനെ വിളിച്ചപ്പോൾ വി ലവ് ദാറ്റ് സ്ലാങ്. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമായി. അങ്ങനെ കുറച്ച് രജിസ്റ്റർ ആയിട്ടുള്ള ഫേസസ് ആയിട്ടുള്ള മെമ്മറീസും ആയിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. നമ്മളൊരു 6:45 ആയിരിക്കും ട്രെയിൻ വന്നതിന് ശേഷം. ഒരു 8 മണി 8:30 ആയപ്പോഴേക്കും നമ്മൾ രാത്രി കഴിക്കാൻ വാങ്ങിയിരുന്ന ഫുഡ് കഴിച്ചിട്ട് ചിലപ്പോൾ തണുത്തു പോയാലോ എന്ന് ഓർത്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 10 മണി 11 മണി ആയപ്പോൾ നല്ല ക്ഷീണമുള്ളതുകൊണ്ട് നമ്മൾ വേഗം ഉറങ്ങി. അങ്ങനെ അവസാനം കൊച്ചി എത്താനായി. അങ്ങനെ തഞ്ചാവൂർ വ്ളോഗിന് ഒരു അവസാനം. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ നല്ല മറക്കാനാവാത്ത കുറച്ച് മെമ്മറീസുമായിട്ട് തഞ്ചാവൂർ വ്ളോഗ് ഇവിടെ തീരുകയാണ്. ആ കണ്ടവരെയും പരിചയപ്പെട്ടവരെയും ഞങ്ങൾ ഒരിക്കലും മറക്കില്ല, അവരും നമ്മളെ മറക്കില്ല എന്നും അവരെ ഇനി കാണാൻ പറ്റട്ടെ എന്നുള്ളത് കൊണ്ടും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ പോണത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ ബൈ.